അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയപ്പെട്ട രക്ഷിതാക്കളെ, അൽഹംദുലില്ലാഹ് അല്ലാഹുവിൻ്റെ അപാരമായ അനുഗ്രഹത്താൽ അഡ്വാൻസ്ഡ് പാരൻറ്റിങ് കോഴ്സിലാണ് നമ്മൾ ഒരുമിച്ചിട്ടുള്ളത്. ABC പാരൻറ്റിങ്, അതാണ് നമ്മൾ ഫോക്കസ് ചെയ്യുന്നത്. അതുമാത്രമല്ല, ഇൻഷാ അല്ലാഹ് ഇത് നമ്മൾ ആദ്യത്തെ ക്ലാസ് ആണല്ലോ, എല്ലാവരും വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. അപ്പോൾ നമ്മൾ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമുക്ക് പറയാനുള്ളത്, എല്ലാവരും ഈ ക്ലാസ് കേട്ടാൽ മാത്രം പോരാ, ഇത് പ്രാക്ടീസ് ചെയ്യണം. ഇത് പ്രാക്ടീസ് ഓറിയൻറ്റഡ് ആണ്. അപ്പോൾ പ്രാക്ടീസ് കൂടുതൽ വേണമെന്നർത്ഥം. അപ്പോൾ അത് നമ്മുടെ ലൈഫിൽ നമ്മുടെ ഒരു റൂട്ടീനായി വരണം, നമ്മളൊരു സ്വഭാവമായി വരണം. അപ്പോൾ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാവുക. നമ്മുടെ മക്കൾ ഭയങ്കര ഇമ്പാക്റ്റ് ആയിരിക്കും. വളരെ പോസിറ്റീവായിട്ട് നമ്മുടെ മക്കളെ വളർത്താനും അവരെ നെർച്ചർ ചെയ്യാനും അവരെ ഉന്നതിയിലേക്ക് എത്തിക്കാനും സ്നേഹത്തോടെ ഒരുപാട് കാലം മരണം വരെ സന്തോഷത്തോടെ ജീവിക്കാനും നമുക്ക് കഴിയും. അപ്പോൾ ചിലപ്പോൾ അങ്ങനെ തോഫീക്ക് തരട്ടെ. അതൊക്കെയല്ലേ ഞങ്ങളെ ആഗ്രഹം. എല്ലാവർക്കും കുട്ടി നന്നാവണം നല്ല ആഗ്രഹം ഉണ്ടാവുക, അല്ല കുട്ടി കേടരുന്നുള്ള ആഗ്രഹം ഉണ്ടാവില്ലല്ലോ. അപ്പോൾ പലപ്പോഴും ഇത് എങ്ങനെയാണ് കുട്ടീനെ വളർത്തേണ്ടത് നമ്മൾ അറിയില്ല. നമുക്കൊക്കെ ഓരോരുത്തർക്കും സ്വതസിദ്ധമായിട്ടുള്ള ഓരോ ശൈലി ഉണ്ടാവും. എനിക്കെൻ്റെ ശൈലി ഉണ്ടാവും, വേറെ ആൾക്ക് വേറെ ആൾ ശൈലി ഉണ്ടാവും. അപ്പോൾ ആ ഒരു ശൈലിയിൽ ഇങ്ങനെ വളർത്തും. അതാണ് ഇപ്പോൾ നിലവിൽ സംഭവിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മൾ ചില കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കിയാൽ, ഇങ്ങനെ ഉണ്ടല്ലേ, ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ, നല്ല സുഖമാണല്ലോ, ഇങ്ങനെയൊക്കെ ചെയ്താൽ മതിയല്ലേ, അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് പറയാൻ പറ്റും. പറയബിളാണ്. ഓക്കെ, ഇൻഷാ അല്ലാഹ് ഞാൻ കൂടുതൽ നേരം ഒരു ക്ലാസ് ഉണ്ടാവില്ല, ചെറിയ സമയം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഒരു മുഷിപ്പോ ഒരു മടുപ്പൊന്നും വരാതിരിക്കാനും വേണ്ടി. പക്ഷെ നിങ്ങൾ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അതിന് വാല്യൂ കൊടുക്കണം. റെസ്പോൺസിബിലിറ്റി ഓഫ് വാല്യൂ, റെസ്പോൺസിബിലിറ്റി ഓഫ് ചേഞ്ച്, ഇത് രണ്ടും നിങ്ങളെടുത്തുള്ളത്. ഞാൻ പറയുള്ളൂ, പക്ഷേ ചെയ്യൽ നിങ്ങളാണ്. അപ്പോൾ ചെറിയൊരു സംഗതി തന്നെ കിട്ടുന്ന ആളുകൾക്കനുസരിച്ച് അതിൻ്റെ മാഹാത്മ്യം ഉണ്ടാവും. ചെറിയൊരു സംഗതി കിട്ടി, ഒരു ക്ലേ കിട്ടി, നല്ല ക്രിയേറ്റിവിറ്റി ഉള്ള ഒരു കുട്ടീൻ്റെ അടുത്ത് കിട്ടിയാൽ, അല്ലെങ്കിൽ ഒരാളുടെ അടുത്ത് കിട്ടിയാൽ അയാൾ അതുകൊണ്ട് മനോഹരമായിട്ടുള്ള രൂപങ്ങളുണ്ടാക്കി വളരെ വിലപിടിപ്പുള്ള കോസ്റ്റി ആയിട്ടുള്ള പ്രഷ്യസ് ആയിട്ടുള്ള സാധനമാക്കി മാറ്റാൻ പറ്റും, വിൽക്കാൻ പറ്റും. എന്നാലോ അതിനെ പറ്റി ഐഡിയ ഇല്ലാത്ത താല്പര്യമൊന്നും ഇല്ലാത്ത ഒരാൾ കിട്ടിയാൽ അത് വെറുതെ ഒരു ക്ലേ ആണ്, പ്രത്യേകിച്ച് ഉപകാരമൊന്നുമില്ല. എല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ നിങ്ങളുടെ അടുത്താണ്. അപ്പോൾ ഞാൻ പറയണത് എന്ത് ചെയ്യുക, ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുക. ഓരോ ക്ലാസ് കഴിയുമ്പോഴും പ്രാക്ടീസിന് സമയം തരും. അപ്പോൾ അത് മക്കൾ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ അതിനുള്ള വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുക. അതിന് കിട്ടിയ നിങ്ങൾക്കുള്ള ഫീഡ്ബാക്സ്, എങ്ങനെയാണ് മക്കളത് ആക്സെപ്റ്റ് ചെയ്തത്, മാറ്റമുണ്ടോ, മക്കളുടെ തിരിച്ചുള്ള പ്രതികരണം എങ്ങനെയാണ്, ഇതുവരെ ഉണ്ടായിരുന്ന കോലത്തിലായിരുന്നോ അല്ല എന്നുള്ളതൊക്കെ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് വളരെ ഒരുമയോടുകൂടി സ്നേഹത്തോടെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ നമുക്ക് മുന്നോട്ട് പോകാം. ഇൻഷാ അല്ലാഹ് മക്കളൊക്കെ പഠിച്ച റബ്ബ് നല്ല മക്കളാക്കി തരട്ടെ, സ്വർഗ്ഗത്തിലൊക്കെ നമ്മൾ ഒരുമിച്ച് കൂട്ടി തരട്ടെ. അപ്പോൾ ദുനിയാവിലും ആഖിറത്തിലും നമുക്ക് ഉപകാരപ്പെടണം മക്കളെ. ദുനിയാവിലും വേണം, ആഖിറത്തിലും വേണം. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ. അപ്പോൾ ആ രൂപത്തിലായിരിക്കും നമ്മൾ മക്കളെ വളർത്തേണ്ടത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ. ഓക്കെ, അപ്പോൾ ABC പാരൻറ്റിങ്. അപ്പോൾ നിങ്ങൾ ABC പാരൻറ്റിങ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടത് ഇപ്പോൾ ABC ഇംഗ്ലീഷ് അക്ഷരമാലയിലെ ആദ്യത്തെ 3 letters അല്ലേ, ABC. അങ്ങനെയല്ല മനസ്സിലാക്കിയത്. പക്ഷേ ABC എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു വേർഡാണ്, ഒരു ലെറ്ററാണ്. A എന്ന് പറഞ്ഞാൽ ആൻറ്റിസിഡൻസ്, വിശദീകരിക്കാം കേട്ടോ. B എന്ന് പറഞ്ഞാൽ ബിഹേവിയർ, C എന്ന് പറഞ്ഞാൽ കോൺസിക്വൻസസ്. ഈ 3 സംഗതിയാണ് ഒരു കുട്ടിയുടെ സ്വഭാവ രൂപീകരണത്തിൽ പ്രധാനമായിട്ടും വരുന്നത്. ഒന്ന് ആൻറ്റിസിഡൻസ്. ആൻറ്റിസിഡൻസ് എന്ന് പറഞ്ഞാൽ പ്രാഥമ്യം, തുടക്കം. ഒരു സ്വഭാവം രൂപപ്പെടുന്നതിൻ്റെ അല്ലെങ്കിൽ സ്വഭാവം ഉണ്ടാവുന്നതിൻ്റെ മുമ്പ് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യണം, എങ്ങനെ ചെയ്യണം, എങ്ങനെ ചെയ്യരുത്, ആൻറ്റിസിഡൻസ്. അപ്പോൾ ഒരു കുട്ടിയിൽ സ്വഭാവം രൂപപ്പെടുന്നതിൻ്റെ മുമ്പേ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ആൻറ്റിസിഡൻസ്, ബിഫോർ, സ്വഭാവത്തിൻ്റെ മുമ്പ്. പിന്നുള്ള ബിഹേവിയർ, സ്വഭാവം. അപ്പോൾ ആ കുട്ടികളുടെ സ്വഭാവമുള്ള സമയത്ത് തന്നെ ഡ്യൂറിങ്, അതിൻ്റെ ഇടയിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ വിശദീകരിക്കാം കേട്ടോ, നിങ്ങളിപ്പോൾ ഇങ്ങനെ മനസ്സിലാക്കിച്ചാൽ മതി, പിന്നെ ഓരോന്നും വിശദീകരിക്കും ഇൻഷാ അല്ലാഹ്. പിന്നെ സി ഫോർ കോൺസിക്വൻസസ്, ഒരു സ്വഭാവം ഉണ്ടായി, അപ്പോൾ അതിൻ്റെ ശേഷം ആഫ്റ്റർ, പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് 3 സംഗതികൾ. അപ്പോൾ ഒന്ന് സ്വഭാവം രൂപപ്പെടുന്നതിന് മുമ്പ്, ബിഫോർ, ഒന്ന് അതിനിടയിൽ, 3 അതിന് ശേഷം. ഇതാണ് ABC എന്ന് പറയുന്നത്, ABC. അപ്പോൾ എ ഫോർ ആൻറ്റിസിഡൻസ്, B ഫോർ ബിഹേവിയർ ആൻഡ് C ഫോർ കോൺസിക്വൻസസ്. ക്ലിയർ ആയല്ലോ. ഇതാണ് ABC. അപ്പോൾ ABC പാരൻറ്റിങ് എന്നുള്ളത് ഹവാർഡ് യൂണിവേഴ്സിറ്റി ഡെവലപ്പ് ചെയ്ത ഒരു സംഗതിയാണ്. ഇതൊരു ടൂളാണ്. ഓരോന്നിനും ഒരു ടൂൾ ഉണ്ടാവില്ല. ഇപ്പോൾ നമ്മൾ എന്തെങ്കിലും കുത്തി കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫാന്, അല്ലെങ്കിൽ റേഡിയോ, അല്ലെങ്കിൽ TV, അല്ലെങ്കിൽ സൈക്കിള്, മോട്ടോർ സൈക്കിൾ, ഇങ്ങനെ സംഗതിയൊക്കെ പിന്നെ നമ്മൾ അയക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം, അതിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉണ്ടാവും, സ്പാനർ ഉണ്ടാവും, അതിനുള്ള മെഷീനറീസൊക്കെ ഉണ്ടാവില്ലേ.
അപ്പോൾ അതേപോലെയുള്ള ഒരു സ്പാൻഡറാണ്, ഒരു സ്ക്രൂ ഡ്രൈവറാണ്, ഒരു കട്ടിംഗ് പ്ലെയറാണ് ഈ ABC പാരൻറ്റിങ് എന്നുള്ളത്. അപ്പോൾ കുട്ടിയുടെ സ്വഭാവത്തിനെ റിപ്പയർ ചെയ്യാനുള്ള ഒരു ടൂള്, ഒരു ഉപകരണം. ക്ലിയർ ആയല്ലോ? അതാണ് ഈ ABC പാരൻറ്റിങ് എന്നുള്ളത്. അപ്പോൾ ഇത് വർഷങ്ങളുടെ റിസർച്ചുകളിലൂടെ ഒരുപാട് അനുഭവങ്ങളിലൂടെ മനസ്സിലാക്കിയെടുത്തൊരു തിയറിയാക്കി രൂപപ്പെടുത്തിയതാണ്. അപ്പോൾ ഇത് നമ്മൾ ഒരുപാട് ടൂളുകളുണ്ട്, ഇതിലൊക്കെ ഞാൻ വിശദീകരിക്കാം. അപ്പോൾ ഏതാണ് നമുക്ക് ഏറ്റവും അനുയോജ്യമായത് അത് ആ സമയത്തിനനുസരിച്ച് നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ ഒരുപാട് ടൂൾ ഉപയോഗിക്കേണ്ടി വരും, ചിലപ്പോൾ ഒരു ടൂൾ തന്നെ മതിയാവും. പല കുട്ടികളും പല കോലത്തിലായിരിക്കും. ചൈൽഡ് റിയറിംഗ് എന്ന് പറയും അല്ലേ, പാരൻറ്റിങ്ങിനെ കുറിച്ച് ചൈൽഡ് റിയറിംഗ്. അപ്പോൾ പല ടൂളുകൾ നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും, പല ഉപകരണങ്ങളും നമ്മൾ യൂസ് ചെയ്യേണ്ടി വരും. ഓക്കെ, ക്ലിയർ ആയല്ലോ? അപ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ മാറ്റങ്ങൾ നിങ്ങൾ ഷെയർ ചെയ്യണം ഗ്രൂപ്പിൽ. ഇൻഷാ അല്ലാഹ് മെൻറ്റേഴ്സ് ഉണ്ടാവും നിങ്ങളെ ഫോളോ ചെയ്യാൻ, വർക്കൊക്കെ തരാനും ചോദിക്കാനും അത് അനലൈസ് ചെയ്യാനൊക്കെ ഇൻഷാ അല്ലാഹ് മെൻറ്റേഴ്സ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ABC പാരൻറ്റിങ് ഇനി വിശദീകരിക്കണ്ട, നമുക്ക് വിശദീകരിക്കാം അല്ലേ. ഇതിൽ ഇപ്പോൾ പേരൻസ് ഉണ്ടാവും, ട്രെയിനേഴ്സൊക്കെ ഉണ്ടാവുമല്ലോ ഇപ്പോൾ ക്ലാസ് കേൾക്കുന്നവർ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ ഉപയോഗപ്പെടുത്താം. ഒന്ന് നമ്മളെ ലൈഫിൽ നമ്മളെ മക്കളെ വളർത്തുന്നവർക്ക് നമുക്ക് യൂസ് ചെയ്യാം. നമ്മളെ ഫ്രണ്ട്സിന് പറഞ്ഞു കൊടുക്കാം, നമ്മളെ കുടുംബക്കാർക്ക് പറഞ്ഞു കൊടുക്കാം. ക്ലാസ് എടുക്കുന്നവരാണെങ്കിൽ നിങ്ങളുടെ ഓഡിയൻസിന് പറഞ്ഞു കൊടുക്കാം. ഇപ്പോൾ പേരൻസിന് ക്ലാസ് എടുക്കണമെന്നുണ്ടെങ്കിൽ പേരൻസിന് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഈ ടൂൾസ് എല്ലാം പരിചയപ്പെടുത്തി കൊടുക്കണം. കാരണം എല്ലാം ഒരുപോലെ യൂസ് ചെയ്യാൻ കഴിയില്ല. സാഹചര്യത്തിനും സന്ദർഭത്തിനും കുട്ടികളുടെ സ്വഭാവത്തിനും ഇതിനനുസരിച്ച് നമുക്ക് മാറ്റി യൂസ് ചെയ്യേണ്ടി വരും. ഇപ്പോൾ എല്ലാ സ്പാൻഡർ കൊണ്ടും എല്ലാം കഴിക്കാൻ കഴിയുമല്ലോ, എല്ലാ സ്ക്രൂ ഡ്രൈവർ കൊണ്ടും എല്ലാം കഴിക്കാൻ കഴിയുമല്ലോ, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റേണ്ടി വരും. അപ്പോൾ എല്ലാം ഉണ്ടാകുമ്പോഴാണ് അത് മനോഹരമായിട്ട് പിന്നെ അയക്കാനും അത് യോജിപ്പിക്കാനൊക്കെ നമുക്ക് കഴിയുള്ളൂ. ക്ലിയർ ആയല്ലോ? അപ്പോൾ അതാണ് ABC പാരൻറ്റ്. അപ്പോൾ നമുക്ക് പലപ്പോഴും പറയുന്ന പ്രശ്നമാണ്, കുട്ടീൻ്റെ സ്വഭാവം മോശമാണ്, എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല, കുട്ടിക്ക് ഞാൻ പറയണമെന്നും കേൾക്കണില്ല, കുട്ടി അങ്ങനെ ചെയ്യണില്ല, ഇങ്ങനെ ചെയ്യണില്ല, ഇതാണ് ചെയ്യണത്, ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ കുട്ടികളെ പറ്റി പറയും. പക്ഷേ കുട്ടികൾക്ക് നമ്മളെ പറ്റി കുറേ പ്രശ്നങ്ങൾ പറയാനുണ്ടാവും, ഉണ്ടാവില്ലേ? കുട്ടികൾക്ക് നമ്മളെ പറ്റി കുറേ പ്രശ്നങ്ങളൊക്കെ പറയാനുണ്ടാവും. അപ്പോൾ അതിനുള്ള ആ ഒരു പറയാനുള്ള അവസരം ഇല്ലാതാക്കണം നമ്മൾ. അങ്ങനത്തെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലുള്ള സ്മൂത്തായിട്ടുള്ള പാരൻറ്റിങ് ആക്കുക എന്നുള്ളതാണ് ഈ പാരൻറ്റിങ് കൊണ്ട് നമ്മൾ ഉദ്ദേശിച്ചത്. പറഞ്ഞാൽ മനസ്സിലായല്ലോ? ക്ലിയർ അല്ലേ? ഓക്കെ. ഇൻഷാ അല്ലാഹ് നിങ്ങൾ സംശയം നിങ്ങൾ ഗ്രൂപ്പിൽ ചോദിച്ചോണ്ട് കേട്ടോ. ഇൻഷാ അല്ലാഹ് മെൻറ്റേഴ്സ് ആൻസർ തരും, അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഞാൻ തന്നെ ഇൻഷാ അല്ലാഹ് ആൻസർ തരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഞാൻ ആദ്യമായിട്ടൊന്ന് പരിചയപ്പെടുത്തുന്നത് പ്രൈസ് എന്നുള്ള സംഗതിയാണ്, പ്രശംസിക്കുക. ഈ ക്ലാസ്സിൽ ഞാൻ പ്രശംസനെ കുറിച്ച് പറയാം. നിങ്ങളൊക്കെ സാധാരണ മക്കളെ എങ്ങനെ പ്രശംസിക്കാറുള്ളത് ഒന്ന് ആലോചിച്ച് നോക്കി. ഉഷാറായി. പ്രശംസിക്കലുണ്ടോ? അല്ല, ചില ആൾക്കാർ പ്രശംസിക്കൂല മക്കളെ, നല്ലതൊന്നും പറയില്ല, ചീത്ത മാത്രം പറയും. ദേഷ്യപ്പെടാനും കയർക്കാനും അല്ല, കുട്ടികളൊക്കെ എന്താ ചെയ്താൽ അത് ശരിയില്ല, ഇത് ശരിയില്ല, അങ്ങനെ ചെയ്യരുതേനോ, എന്നോടാരും അങ്ങനെ ചെയ്യാൻ പറഞ്ഞ്, എങ്ങനെ മറ്റേത് മറിച്ചത്, അങ്ങനെയൊക്കെ പറയാൻ ചില ആൾക്കാർ പറയും. പക്ഷേ നല്ലത് പറയില്ല. നല്ലത് കണ്ടാൽ മെയിൻ ചെയ്യാതാണ് പോകും. അങ്ങനെ എല്ലാവരും അല്ലട്ടെ, ചില ആൾക്കാർ അങ്ങനെ ചെയ്യും. ചിലർ നല്ലത് മാത്രം പറയും, ചീത്തൊന്നും പറയില്ല. ചിലർ നല്ലതും പറയും ചീത്തയും പറയും. ഇങ്ങനെ പല ആൾക്കാരും ഉണ്ടാവും. നമ്മൾ ഏത് ടൈപ്പാണെന്ന് ആലോചിച്ച് നിങ്ങൾ ഇതിൽ ഏത് ടൈപ്പാണെന്നുള്ളത്. ഓക്കെ. ഇനി എങ്ങനെ നമുക്ക് പ്രൈസ് ചെയ്യാം എന്നുള്ളതാണ്. കുട്ടീനെ പ്രശംസിക്കൽ എങ്ങനെയാണ്? കുട്ടിയെ പ്രശംസിക്കുന്ന സമയത്ത് എൻ്റെ കുട്ടി നല്ല കുട്ടിയാണ്, എൻ്റെ കുട്ടി ഉഷാറായി, അങ്ങനെ പറയരുത്. അങ്ങനെ പറഞ്ഞുള്ള പ്രശ്നം എന്താ? കുട്ടി വിചാരിച്ച് ഞാൻ ചെയ്യണമൊക്കെ ശരിയാണ്. അപ്പോൾ കുട്ടി കുറേ വേണ്ടത്രങ്ങൾ ചെയ്യണ്ടാവും, അതൊക്കെ ശരിയാണ് കുട്ടി വിചാരിക്കും. ഏതാണ് എന്നെക്കുറിച്ച് ഞാൻ നല്ലതെന്ന് പറയാനുള്ള കാരണം എന്താ? ഒരു പക്ഷേ കുട്ടി അങ്ങനെ ആലോചിച്ചോളുന്നില്ല. എന്തിനെക്കുറിച്ചാണ് പറഞ്ഞത് ഒരു പക്ഷേ ആലോചിച്ചോളുന്നില്ല. അപ്പോൾ പ്രൈസിൽ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആദ്യം എന്തിനാണോ നമ്മൾ കുട്ടീനെ പ്രശംസിക്കുന്നത്, അപ്പോൾ അതിനൊരു സ്വഭാവം സെലക്ട് ചെയ്യണം. ഉദാഹരണം, കുട്ടി ഭക്ഷണം കഴിച്ച് കുട്ടീൻ്റെ പാത്രങ്ങളൊക്കെ കഴുകി വെക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ആ സ്വഭാവം, ഉമ്മച്ചിൻ്റെ കുട്ടി അല്ലെങ്കിൽ ഇപ്പച്ചിൻ്റെ കുട്ടി പാത്രം കഴിക്കില്ലേ, അപ്പോൾ ആ സ്വഭാവം സെലക്ട് ചെയ്യുക അല്ലേ. അല്ലെങ്കിൽ മോളാണ്, നമ്മൾ പറയാതെ തന്നെ വീട് രാവിലെ മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട്, ഉമ്മച്ചിൻ്റെ കുട്ടി മുറ്റൊക്കെ അടിച്ചു വരുന്നുണ്ട് അല്ലേ. അല്ലെങ്കിൽ അവൾ എന്താണ് നല്ല ഡ്രസ്സൊക്കെ വളരെ നീറ്റായിട്ട് മടക്കി വെക്കുന്നുണ്ട്, അവളുടെ ഡ്രസ്സും വീട്ടിലത്തെ എല്ലാവരുടെ ഡ്രസ്സും. എൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ടല്ലേ, നല്ല കുട്ടിയാണ്. അപ്പോൾ ആ സ്വഭാവം നമ്മൾ സെലക്ട് ചെയ്ത്, ഇപ്പോൾ ഒരു സ്വഭാവം സെലക്ട് ചെയ്യണം. എന്താണ് അവളുടെ നല്ല സ്വഭാവം എന്നുള്ളത് സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ വീട്ടിലേക്ക് വിരുന്നേരൊക്കെ വരുന്ന സമയത്ത് വളരെ സന്തോഷത്തോടു കൂടി വാതിലൊക്കെ തുറന്ന് അവരെ സ്വീകരിച്ചിരുത്തുന്നുണ്ട്. എൻ്റെ കുട്ടി ഇവരൊക്കെ വിളിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ടല്ലേ, അല്ലെങ്കിൽ വീട്ടിലേക്ക് നല്ല ഹൃദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് അവിടുത്തെ പ്രവൃത്തി. അപ്പോൾ ഒരു സ്വഭാവം സെലക്ട് ചെയ്യണം. അപ്പോൾ ഒന്നാമത് സ്വഭാവം സെലക്ട് ചെയ്യുക. രണ്ട് എന്ത് ചെയ്യുക? പ്രൈസ് എഫ്യൂസീവ്ലി എന്നുള്ളതാണ്. എൻ്റെ കുട്ടി വിരുന്നേരൊക്കെ ഉഷാറായിട്ട് സ്വീകരിച്ചിരുത്തിയല്ലോ, നല്ല കുട്ടിയാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒരു വേർഡ് യൂസ് ചെയ്യാം, മാഷാ അല്ലാ. ഉദാഹരണം, അല്ലെ വാവ്, പലരും പലതായിരിക്കും യൂസ് ചെയ്യുക അല്ലേ. പ്രശംസിക്കുന്ന സമയത്ത് പല വേർഡ്സ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഏതാണ് സാധാരണ യൂസ് ചെയ്യുന്നത്, ആ വേർഡ് യൂസ് ചെയ്തിട്ട്
മാഷാ അല്ലാ എൻ്റെ കുട്ടി വിരുന്നേരൊക്കെ സ്വീകരിച്ചിരുത്തിയില്ലേ, പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ആദ്യം നമ്മൾ സ്വഭാവം സെലക്ട് ചെയ്യുന്നു. 2 ഹാവ് വാവ് എൻ്റെ കുട്ടി അല്ലേ. പലരും പലതും യൂസ് ചെയ്യും. നിങ്ങൾ സാധാരണ യൂസ് ചെയ്യുന്ന ആ ഒരു എക്സ്പ്രഷൻ എടുക്കുക, എന്നിട്ട് ആ സ്വഭാവം പറയുക. വാവ് മാഷാ അല്ലാ എൻ്റെ കുട്ടി വിരുന്നേരൊക്കെ വീട്ടിലേക്ക് വിളിച്ചിരുത്തിയില്ലേ, വാതിലൊക്കെ തുറന്നു കൊടുത്തില്ലേ, എൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ മടക്കി വെച്ചില്ലേ, നല്ല കുട്ടിയാണ്. അടുത്തതാണ് നല്ല കുട്ടിയാണെന്ന് പറയാം. എന്നിട്ട് ആഡ് ജെൻറ്റിൽ ടച്ച്, മെല്ലെ എന്ത് ചെയ്യുക, കുട്ടിയുടെ പുറത്തുനിന്ന് തൊടുക. അപ്പോൾ അതൊരു സ്വഭാവം. അപ്പോൾ അവൾ എന്തിനാണ് ഞാൻ പ്രശംസിക്കേണ്ടത്, എൻ്റെ കുട്ടീനെ പ്രശംസിക്കേണ്ടത്, ഓളെ ഡ്രസ്സൊക്കെ മടക്കി വെക്കുന്നുണ്ട്, അതാണ് അവളുടെ സ്വഭാവം. അപ്പോൾ ആ സ്വഭാവമാണ് നമ്മൾ സെലക്ട് ചെയ്തത്. ഇനി എന്ത് ചെയ്യുക, വാവ് മാഷാ അല്ലാ എൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ മടക്കി വെച്ചില്ലേ, നല്ല കുട്ടിയാട്ടോ എന്ന് ജെൻറ്റിൽ ടച്ച് അല്ലെങ്കിൽ ചേർത്ത് പിടിക്കുക. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഉദാഹരണം നമ്മളെ മോന് സ്കൂളിൽ വന്നിട്ട് ബാഗൊക്കെ സൈഡിൽ വെച്ച്, പിന്നെ ചെരുപ്പൊക്കെ നല്ല ഇതിൽ അഴിച്ച് വെച്ച്, അല്ലെങ്കിൽ ഷൂ ഒക്കെ അഴിച്ച് വെച്ച്, കാലൊക്കെ കഴുകി വീട്ടിലേക്ക് കയറി, എന്നിട്ട് കൈയൊക്കെ കഴുകി ഭക്ഷണം കഴിക്കാൻ നിന്ന് സലാമൊക്കെ പറഞ്ഞു അമ്മേനോട്. അപ്പോൾ ഇതൊക്കെ നല്ല സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇത് ഈ കുട്ടിയിൽ എന്ത് ചെയ്യണം, കാലാകാലം ഈ സ്വഭാവം ഉണ്ടാവണം. ഇത് നല്ല സ്വഭാവം കുട്ടിക്ക് മനസ്സിലാവണം. അപ്പോൾ ഇത് നമ്മൾ പ്രശംസിക്കല്ലേ. അപ്പോൾ പ്രശംസിക്കണമെങ്കിൽ എങ്ങനെ പ്രശംസിക്കുക, മാഷാ അല്ലാ മെച്ചിൻ്റെ കുട്ടി സ്കൂളിൽ നിന്ന് വന്ന് കാലൊക്കെ കഴുകി നല്ല കുട്ടിയല്ലേ, വീട്ടിലേക്കൊക്കെ കയറി അല്ലേ, മാഷാ അല്ലാ വീട്ടിലേക്ക് കയറി ഇരുന്നില്ലേ, കാലൊക്കെ കഴുകിയില്ലേ, ബാഗൊക്കെ അവിടെ തന്നെ വെച്ചില്ലേ, നല്ല കുട്ടിയാണ്. എന്നിട്ട് ജസ്റ്റ് എന്ത് ചെയ്യാം, ഒന്ന് കെട്ടിപ്പിടിക്കാം, അല്ലെങ്കിൽ പുറത്തൊന്ന് തലോടാം, അല്ലെങ്കിൽ ഒന്ന് കിസ് ചെയ്യാം. നിങ്ങൾക്ക് സൗകര്യം പോലെ ചെയ്യാം, ആ സാഹചര്യത്തിനും സന്ദർഭത്തിനും അനുസരിച്ച് ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായല്ലോ. അപ്പോൾ ഒരു കുട്ടി നമ്മൾ പ്രശംസിക്കുന്ന സമയത്ത് എങ്ങനെ പ്രശംസിക്കണം എന്നതിൻ്റെ സ്ട്രാറ്റജിയാണെന്ന് പറഞ്ഞത്. വെറുതെയാണ് പ്രശംസിക്കരുത്. വെറുതെയാണ് പ്രശംസിച്ചാലുള്ള പ്രശ്നം എന്താ, കുട്ടി എന്താണ് ശരി, എന്തിനാണ് പ്രശംസിക്കുന്നത് കുട്ടി മനസ്സിലാക്കില്ല. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ആദ്യം ഒരു സ്വഭാവം സെലക്ട് ചെയ്യുക, 2 നല്ല വേർഡ്സ് യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുക, നമ്മളെ എക്സ്പ്രഷൻ വെളിവാക്കുക. എങ്ങനെ, വാവ് ഹാവ് മാഷാ അല്ലാ, എന്നിട്ട് എന്ത് ചെയ്യുക, ആ കുട്ടി ചെയ്ത നല്ല പ്രവർത്തനം പറയാം. എൻ്റെ കുട്ടി അടിച്ചു വരില്ലേ, എൻ്റെ കുട്ടി ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചില്ലേ, എൻ്റെ കുട്ടി സലാം പറഞ്ഞില്ലേ, എൻ്റെ കുട്ടി ദിക്റിൽ എണീറ്റില്ലേ, എൻ്റെ കുട്ടി ഒന്നു കൊടുത്തില്ലേ. എന്നിട്ട് ജസ്റ്റ് ഹഗ് ചെയ്യുക, അല്ലെങ്കിൽ കിസ് ചെയ്യുക, അല്ലെങ്കിൽ ജെൻറ്റിൽ ടച്ച് ഒന്ന് ടച്ച് ചെയ്യുക, അല്ലെങ്കിൽ തോളിലൊന്ന് തലോടുക, അല്ലെങ്കിൽ ഒന്ന് ചേർത്ത് പിടിക്കുക ഒക്കെ ചെയ്യാം. അങ്ങനെയാണ് കുട്ടിയെ പ്രശംസിക്കേണ്ടത്. അപ്പോൾ ഇന്നത്തെ ഇന്ന് പരിചയപ്പെടുത്തിയ ടൂള് എങ്ങനെ പ്രശംസിക്കണം എന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെ പ്രശംസിക്കും, നിങ്ങളെ കുട്ടിയെ നിങ്ങൾ പറയാതെ തന്നെ നിങ്ങൾ അടുക്കളയിൽ വന്നിട്ട് നിങ്ങൾക്ക് വെണ്ടക്ക അരിഞ്ഞു തന്നു, അല്ലെങ്കിൽ തക്കാളി കട്ട് ചെയ്ത് തന്നു, ഉദാഹരണം, എങ്ങനെ പ്രശംസിക്കും, മാഷാ അല്ലാ മാഷാ അല്ലാ വാവ് ഹാവ്. നിങ്ങളെന്താണ് യൂസ് ചെയ്യേണ്ടത് അത് യൂസ് ചെയ്യാം. എന്നിട്ട് എൻ്റെ കുട്ടി വെണ്ടക്ക കട്ട് ചെയ്ത് തന്നില്ലേ, എൻ്റെ കുട്ടി തക്കാളി കട്ട് ചെയ്തില്ലേ, നല്ല കുട്ടിയാണ്. എന്നിട്ട് കുട്ടിയെ ചേർത്ത് പിടിക്കുക. കുട്ടി രാവിലെ എണീക്കുമ്പോൾ നേരത്തെ എണീറ്റ്, അപ്പോൾ എങ്ങനെ പ്രശംസിക്കുക, മാഷാ അല്ലാ എൻ്റെ കുട്ടി നേരത്തെ എണീറ്റില്ലേ, നല്ല കുട്ടിയാണ്, ചേർത്ത് പിടിക്കുക. ഇങ്ങനെയാണ് പ്രശംസിക്കേണ്ടത്. ഇപ്പോൾ റസൂലൊക്കെ എങ്ങനെ കുട്ടികളൊക്കെ പ്രശംസിക്കുന്ന സമയത്തും ഇതൊക്കെ ചേർത്ത് പിടിക്കുന്നതും ഇങ്ങനെ ഒന്ന് ടച്ച് ചെയ്യണതൊക്കെ ഹദീസുകളിൽ കാണുന്നുണ്ട്. അപ്പോൾ ആ ടച്ചിങ്ങിന് ഭയങ്കര സ്വാധീനമുണ്ട്. ഇത് നമ്മളെ മാനസികമായിട്ട് കുട്ടികളെ നമ്മളിലേക്ക് അടുപ്പിക്കും. ഇത് കുട്ടിയുടെ മനസ്സിൽ കാലാകാലം ഉണ്ടാവും. ആ ഒരു കെയർ ഉണ്ടല്ലോ, ഈ ചെറിയ കുട്ടികളൊക്കെ ആവശ്യപ്പെടുന്ന കെയറാണ്. ഇപ്പോൾ നമ്മൾ പറയണത് ഒരു ടീനേജ് കുട്ടികളല്ല കേട്ടോ, ചെറിയ കുട്ടികളെയാണ് ഇങ്ങനെ ചെയ്യേണ്ടത്. പ്രൈസ് എഫ്യൂസീവ്ലി എന്നുള്ളത് ടീനേജേഴ്സിനുള്ളത് ഇൻഷാ അല്ലാഹ് നമ്മൾ കഴിഞ്ഞിട്ട് പറയാം. ഇത് ഒരു ചെറിയ കുട്ടികളുടെയാണ്. ടീനേജിൻ്റെ മുമ്പുള്ള കുട്ടികളെ എങ്ങനെ പ്രൈസ് ചെയ്യാം, പ്രശംസിക്കാം എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞത്. പറയാൻ മനസ്സിലായല്ലോ. ഇനി അഡോളസൻസിൻ്റെ ടീനേജേഴ്സിൻ്റെ ഇൻഷാ അല്ലാഹ് നമുക്ക് പിന്നീട് പറയാം. അപ്പോൾ ഒരു കുട്ടിയെ പ്രശംസിക്കുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഏത് സ്വഭാവത്തിനാണ് പ്രശംസിക്കുന്നത് അത് സെലക്ട് ചെയ്യും. 1. രണ്ടാമത്തെ സ്റ്റേജ് പ്രൈസ് എഫ്യൂസീവ്ലി അല്ലേ, നമ്മളവിടെ എന്ത് ചെയ്യും, അതിനെ പ്രശംസിക്കും. മാഷാ അല്ലാ മാഷാ അല്ലാ വാവ് ഇറ്റ്സ് അമേസിങ് ഗ്രേറ്റ്. നിങ്ങൾ യൂസ് ചെയ്യുന്ന വേർഡ് യൂസ് ചെയ്യും, നിങ്ങൾ സാധാരണ ഉപയോഗിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യും, ഉപയോഗിക്കാറുണ്ടെങ്കിൽ കേട്ടോ, അല്ലെങ്കിൽ ഒരു വേർഡ് മാഷാ അല്ലാ ഒക്കെ യൂസ് ചെയ്യാം. എന്നിട്ട് അതിന് ശേഷം എൻ്റെ കുട്ടി ഇങ്ങനെ ചെയ്തില്ലേ, എൻ്റെ കുട്ടി ഇത് ചെയ്തില്ലേ, ആ നല്ല സ്വഭാവം എടുത്ത് പറയും. അതിന് ശേഷം ജെൻറ്റിൽ ടച്ച്, ഒന്ന് തലോടും, അല്ലെങ്കിൽ കിസ് ചെയ്യും, ഹഗ് ചെയ്യും, അല്ലെങ്കിൽ ചേർത്ത് പിടിക്കും, അല്ലെങ്കിൽ ജസ്റ്റ് ടച്ച് ചെയ്താലും മതി. സിമ്പിളായിട്ട് ടച്ച് ചെയ്യാം, പിന്നെ ബാക്കികളൊക്കെ ചെയ്യാം. പറഞ്ഞാൽ മനസ്സിലായോ. ഒരാൾ പ്രശംസിക്കുന്ന ഒരു കുട്ടീനെ പ്രശംസിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പ്രശംസിക്കേണ്ടത്, പ്രശംസയുടെ സ്ട്രാറ്റജി ഇതാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനി നിങ്ങൾക്കുള്ള ഒരു ദിവസം നിങ്ങൾ ഇതെന്ത് ചെയ്യുക, ഒന്ന് ശീലാക്കുക. ചെറിയ കുട്ടികളായിരിക്കുമല്ലോ വീട്ടിലുണ്ടാവുക.
അപ്പോൾ വീട്ടിലുള്ള ചെറിയ കുട്ടികൾ, അപ്പോൾ സ്വന്തം കുട്ടീനാവണമെന്നില്ല, എളാപ്പാൻ കുട്ടികൾ മൂത്താപ്പനൊക്കെ ഉണ്ടാവും. ഇതൊക്കെ പാരൻറ്റിങ്ങിൻ്റെ ഭാഗം തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളെ ഇങ്ങനെയാണ് പ്രശംസിക്കേണ്ടത്. ഈ രൂപത്തിലൊന്ന് പ്രശംസിക്കുക. ഒരു 5 തവണയെങ്കിലും നിങ്ങൾ സ്വന്തം കുട്ടിയെയോ അല്ലെങ്കിൽ ഈ പ്രായത്തിലുള്ള കുട്ടികളില്ലെങ്കിൽ പേരക്കുട്ടികളുണ്ടാവും, അതല്ലാന്നുണ്ടെങ്കിൽ പിന്നെ കുടുംബക്കാരെ കുട്ടികളുണ്ടാവും. അപ്പോൾ അവരെ ഈ രൂപത്തിലൊന്ന് പ്രശംസിക്കുക. അവരുടെ എക്സ്പ്രഷൻസ് എങ്ങനെയാണ്, അവരുടെ ഫീഡ്ബാക്ക്, ഐ മീൻ അവർ എങ്ങനെയാണ് നിങ്ങളോട് പ്രതികരിച്ചത്, നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്തു എന്നുള്ളത് ഗ്രൂപ്പിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അറിയിക്കുക കേട്ടോ. മറക്കരുത്. ഇൻഷാ അല്ലാഹ് അടുത്ത ദിവസം നമുക്ക് ആൻറ്റിസിഡൻസിനെ കുറിച്ചാണ് ക്ലാസ് എടുക്കാനുള്ളത്. ഇന്ന് നമ്മൾ സാദാ പ്രൈസ് എങ്ങനെ പ്രശംസിക്കുക എന്നുള്ളതാണ് പഠിപ്പിച്ചത്. ഓക്കെ, വീണ്ടും കാണാം. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. ജസാക്കുമുല്ലാഹ് അഹ്സനൽ ജസാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.